ഗായ്സ്, ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഷോപ്പിംഗ് പാർട്ട്ണർ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരുങ്ങിയതാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് മുബിക്കാക്ക വണ്ടിയായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. ഗ്രോസറി ഷോപ്പിംഗ്, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ. ഫുഡ് ഐറ്റംസ് അല്ലേ? ആ, വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്, തുണി അലക്കുന്നത്, അങ്ങനെയൊക്കെ എല്ലാം അറിയണം. ഡൗട്ട്സ് അങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്യട്ടെ അവർ അല്ലേ? അല്ലെങ്കിൽ പിന്നെ വലുതാവണവരെ ഡൗട്ട്സ് ഉണ്ടാവും മനസ്സിൽ. മുബിക്കാക്ക ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഗൈസ്. സ്വന്തം റീല് കണ്ട് സംതൃപ്തിയാണ് ഇന്ന് ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഷാനു, അതാണ്. കണ്ടോ? ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതോ വേറെ റീല് കണ്ടപ്പോ ഞാൻ വന്നപ്പോ മാറ്റിയതാണ്? അതെ, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തല്ലോ. സോ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ഇതെന്താ ഇപ്പൊ വലിയ ട്രിപ്പൊക്കെ പോണ പോലെ അല്ലേ? പക്ഷെ കൊറേ ആയി ലുലുല് പോയി സാധനം വാങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ പോവാനുള്ള കുറച്ച് സാധനമൊക്കെ ആവുമ്പോ നമ്മള് പോയി പാർക്ക് ചെയ്ത് വാങ്ങി ട്രോളിയൊക്കെ എടുത്ത് അപ്പൊ മടിയാണ്. അപ്പൊ മുബിക്കാക്ക പോയിട്ട് ഇവിടെ അടുത്തുനിന്ന് വാങ്ങിട്ട് വരും. ഇന്ന് കുറച്ച് കൊറേ വാങ്ങിക്കും. യെസ്, അത് കൊറേ ദിവസമായി പറയണ കിൻഡർ ജോയ് വേണമെന്ന്. അപ്പൊ എപ്പോഴും ഒന്നും വാങ്ങിക്കലില്ലല്ലോ. അപ്പം ഇങ്ങനെ വല്ലപ്പോഴും പറയുമ്പോ ഞങ്ങൾ വാങ്ങിച്ചെടുക്കും. അതുപോലെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഹാരി പോട്ടർ മൂവി പാർട്ട് ബൈ പാർട്ട് ആയിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഞാനും മാളു. അതുകൊണ്ട് മാളൂട്ടി ഇപ്പൊ ഹാരി പോട്ടറിന്റെ ഭയങ്കര ഫാൻ ആയിട്ടുണ്ട്. അപ്പൊ യെസ്, അപ്പൊ അതുകൊണ്ട് ഹാരി പോട്ടറിന്റെ ടോയ് കിൻഡർ ജോയിൽ കിട്ടുന്ന കരുതിയിട്ട് അത് വാങ്ങിക്കാൻ പോവാണ്. ചിലപ്പോ അത് ഉണ്ടാവില്ല, എന്തായാലും ഒരു കിൻഡർ ജോയ് വാങ്ങിക്കാം. പിന്നല്ലേ എനിക്ക് ഹാരി പോട്ടർ പിന്നെ വായിലെ പല്ലൊക്കെ പോയി, അതുകൊണ്ട് അതെ വായിലെ പല്ലൊക്കെ പോയി. മാളൂസിപ്പം കണ്ടോ തുറക്കുമ്പോ ഒന്നുമില്ല വായില്. ഒരു പല്ല് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ, അതും കൂടെ പോയാ ധന്യമായി. മുബിക്കാക്കിനെ കാണുന്നില്ല. ഇത്രയും നേരം എനിക്ക് മാത്രമേ പ്രകാശം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയിട്ട് കാണാം. കുറേ ദിവസമായി ഞാൻ കുറേ വട്ടം ഹാരി പോട്ടറിന്റെ കൂടെയും ഹാരി പോട്ടർ ഒറ്റക്കിളിയും ഒക്കെ കുറേ ദിവസം ഹാരി പോട്ടറിന്റെ സ്വപ്നം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പാട്ട് കാണാല്ലേ, പാട്ട് കാണുമ്പോ ഓരോ പാട്ടുള്ള പോലെ ഓരോന്നിങ്ങനെ കണ്ടുപോവാ. ഒരു സ്റ്റിക്ക് എടുക്കുക, മാജിക് ചെയ്യാ, അതൊക്കെയാണ് ഇപ്പത്തെ പരിപാടികൾ. അതെ, ഒന്നും നടക്കൂല ഗൈസ്, ചുമ്മാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാ. അവിടെ കോഴിയമ്മയും കോഴിയും മുബിക്കാക്കിന്റെ ബാക്കിലുണ്ട് കോഴിയമ്മയും. ഇപ്പൊ ടോട്ടൽ എത്ര കോഴികളുണ്ട്? മുബി മാത്രല്ല കോഴിയമ്മ വഴി കണ്ടുപിടിക്കും പൊരിക്കാൻ. യെസ്, എന്താന്നറിയാമോ? കോഴിയമ്മേനെ പൊരിക്കാൻ പോണോ? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ വിശക്കും. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് മാളൂട്ടിക്ക് അവിടെ ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നൊരു പേപ്പർ കിട്ടിയിരുന്നു. അപ്പോൾ അവൾ പെന്നൊക്കെ ചോദിച്ച് വാങ്ങി വഴി കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരില്ല പറഞ്ഞു. മൂവിയും കൂടെ കണ്ടുപിടിച്ചിട്ടേ കാണിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എൻ്റെത് നോക്കാതെ മൂവി കണ്ടുപിടിക്കണമല്ലോ. പക്ഷെ മൂവിയും കണ്ടുപിടിച്ചു കേട്ടോ. ലാസ്റ്റ് ഞങ്ങളത് കണ്ടുപിടിച്ചത് വെച്ച് നോക്കിയപ്പോൾ സെയിം ആണ്. ഈ ഒരു ഒറ്റ വഴി തന്നെ അതിലുള്ളൂ എന്ന് തോന്നുന്നത്. കാരണം രണ്ടുപേർക്കും ഒരേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. മാളൂട്ടിയും കുറേ തവണ ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ വരച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ വരച്ച പോലെ തന്നെ ആക്കി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ പേപ്പറിൽ ലൈറ്റായിട്ട് ഇങ്ങനെ കുറച്ച് ഫുഡിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡാർക്കായിട്ട് മാളു വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബോറടിച്ചിരുന്നപ്പം. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. മൊയ്റ്റോ കൂടെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ. പോവാൻ നേരത്ത് മാളൂട്ടി നോക്കുമ്പോൾ ബാക്കിയുള്ള സോസൊക്കെ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തു കൊണ്ടുപോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ജീരകം കഴിക്കുക എന്നുള്ളത്. മധുരമുള്ള ജീരകം മിഠായിയോ അല്ലെങ്കിൽ ജീരകവും കൽക്കണ്ടവും കൂടെ മിക്സ് ചെയ്ത് വെച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തായാലും അവൾ കഴിച്ചിട്ടേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുള്ളൂ എപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും. അങ്ങനെ ഇപ്രാവശ്യം അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ കുടിച്ചിട്ട് തീരാത്തതുകൊണ്ട് മൊയ്റ്റോ ഞങ്ങൾ പാഴ്സലാക്കി എടുത്തു. ലൈറ്റ് കൊണ്ടാണ് ഗൈസ്, രാവിലെ ആയതുകൊണ്ട്
ചില ഷോപ്സിന്റെ ചില ഷോപ്സിലെ ലൈറ്റാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ഷോപ്പ് ചെയ്യാനുള്ള ടൈമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നേരെ ഹൈപ്പറിലേക്ക് പോയി. എത്ര നേരം എണ്ണന്ന് ഏത് ഫ്രാഗ്രൻസ് ചൂസ് ചെയ്യണം എന്നൊക്കെ മാളൂട്ടി എണ്ണി തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള വാഷിംഗ് ഡിറ്റർജൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ തിരക്കിട്ട് ഷോപ്പിങ്ങിന് പോകുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. നല്ല സമയം എടുത്ത് വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോകാറുള്ളൂ. അല്ലെങ്കിൽ മുബിക്കൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരാറാണ് എപ്പോഴെങ്കിലുമൊക്കെ. മാളൂട്ടി ആണെങ്കിൽ ആ ട്രോളിയിൽ കയറി എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ അതിൽ കയറി ഇരിക്കും, പിന്നെ ഇറങ്ങി നടക്കും. പിന്നെ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ പോയാൽ അപ്പോൾ അവൾ വന്നിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് ട്രോളിയിൽ. പിന്നെ ചില സമയത്താണെങ്കിൽ ട്രോളി അവൾക്ക് തന്നെ ഉന്തിയും വേണം. അത് സേമിയാണ്. നൂഡിൽസ് ആണോ നോബി സേമിയ എടുത്തിട്ട്? കുനാഫ ഉണ്ട്. ഇത് ചൂണക്കട തുടങ്ങാനുള്ള കൺഫ്യൂഷൻ. സൺഫ്ലവർ ഓയിൽ വേണോ ഒലീവ് ഓയിൽ വേണോ? ഇതിൽ പകുതിയില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാത്തപ്പോൾ മൂവിക്കൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കാൻ അല്ലേ? അതിനല്ലേ ഓട്സ് എടുക്കാറ്. ചില ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുക്കൂലെന്ന്. ഇവിടെ എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് കേട്ടോ. ഏതിൻ്റെ ആണെങ്കിലും ഇപ്പം അല്ല കൊണ്ടയച്ചു. അത് നവരാത്രി സ്പെഷ്യൽ. അറിയില്ല. പിന്നെ അല്ലേ ഈ പെണ്ണ് പോണതൊക്കെ. ലുലുവിൽ വന്നാൽ അവർക്ക് ഈ സാധനമാണ് പ്രിങ്കിൾസ്. എന്താണെന്നറിയില്ല, രണ്ടാക്കും ഇതാ സ്ഥിതി. പ്രിങ്കിൾസ് കണ്ടു കഴിഞ്ഞാൽ വിട്ടൂല. പിന്നെ കുറച്ച് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കുറച്ച് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് തീരുന്ന അനുസരിച്ചാണ് വാങ്ങിക്കാറുള്ളത്. എന്താണ് ലുലുവിൽ വന്നാൽ എന്താ എടുക്കാൻ പോകുമാളൂ? ഹൈറ്റ് ഉണ്ടായത് കൊണ്ട് എത്തൂല കൈസ്. ഇതാ ഒരാൾ ഏന്തി വെക്കുന്നുണ്ട്. ഇതൊക്കെ നിന്റെ കിൻഡർ ജോയ്. പൊട്ടി, എല്ലാം പൊട്ടിച്ചു. ആളെന്തിനാണ്ടോ? 2 ജ്യൂസായി, 2 ജ്യൂസ്. ബോറടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഗൈസ്. ആ നമുക്ക് മൂവി നൈറ്റ് സെറ്റ് ചെയ്യുമ്പോ ഉണ്ടാക്കി തിന്നാ. സാധനം വാങ്ങി വെള്ളം കുടിച്ചു പോയില്ലേ? അത് കുടിക്കും ഞാൻ പറയുന്നത്. സാധാരണ വെള്ളം കുടിക്കാറൊക്കെ ഇവിടെ പർച്ചേസ്, ചെറിയ പർച്ചേസ് കാണും നിങ്ങൾ. ട്രോളിന്ന് അറിയാൻ കുറച്ചും കൂടി ഉണ്ട്. വേണ്ട മോള് കുടിച്ചാൽ മതി.
ആള് സെൽഫി എടുത്താ എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരണേ. ഫോട്ടോയില് ഇതെന്തോ മറ്റേ എന്തിനാ മുതലാളി not Harry Potter. No. I'll make it and show you, okay? ഗായ്സ്, ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഇപ്പം നമ്മൾ പലചരക്ക് സാധനങ്ങളാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കടയിലൊക്കെ വന്ന് ഹൈപ്പറിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മാളൂട്ടി ടയേർഡായി കിടക്കുന്നുണ്ട്. ഇവിടെ മൂബിക്കൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വണ്ടി ഓടിക്കുന്നു. ഈ മൂബിക്കാകനെ കൊണ്ടൊന്നും ഷോപ്പിങ്ങിന് പോയാൽ ശരിയല്ല, പെൺകുട്ടികളെയും കൊണ്ട് തന്നെ പോയി. എന്റെ അനിയത്തിന്റെ കൂടെ ഞാനും അവളും കൂടെ ഒക്കെ പോവാണെങ്കിൽ ഞങ്ങക്ക് മടുക്കൂല. ഞങ്ങൾ എത്ര നേരം കാലൊക്കെ വേദനിച്ചാലും നടന്ന് മാളൂട്ടിക്ക് ഇഷ്ടം. പക്ഷെ മാളൂട്ടി കുറച്ച് കഴിയുമ്പോ മടുത്തു എന്ന് പറയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. അത് അവൾക്ക് മടുത്തിട്ടാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോ അവള് ഓക്കെ ആവും. കാരണം ഇപ്പൊ വെച്ചാൽ കൊറേ നടന്ന് ടയേർഡ് ആവുന്നോണ്ടാണ്. പക്ഷെ ചില ഗേൾസ് ഉണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പൊ ഞാനും എന്റെ അനിയത്തി പോകുമ്പോ ഞങ്ങൾക്ക് ബോയ്സിന് ഇഷ്ടമില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പോ ഞങ്ങള് പോകുമ്പോ ഞങ്ങക്ക് ഇനി കാലൊക്കെ ഇങ്ങനെ കുഴങ്ങും കുറച്ചിങ്ങനെ നടന്നു കഴിയുമ്പോ. പക്ഷെ എന്നാലും ഞങ്ങള് ഷോപ്പിംഗ് നിർത്തൂല, ഇങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കും. ഇനി വാങ്ങുന്നില്ലെങ്കിലും ചുമ്മാ കാണാനാണെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് ആരെങ്കിലും വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചാലാണ് ഞങ്ങള് പോവുള്ളൂ. പിന്നെ എന്റെ ഉമ്മച്ചിക്കും വലിയ കുഴപ്പമില്ല തോന്നുന്നില്ലേ മൂവി. ഉമ്മച്ചിയും ഇങ്ങനെ പുറത്ത് വന്നാലൊന്നും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരാനൊക്കെ ഇഷ്ടമാണ് ഞങ്ങക്ക്. അപ്പോ മാളൂട്ടിയും അതേപോലെയാണ്. ഇപ്പൊ മാളൂട്ടിക്കും ഷോപ്പിങ്ങിനോടൊരു നല്ല ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. യെസ്, നമ്മൾ ഫസ്റ്റ് കാണിച്ചു കൊടുത്തു. അപ്പൊ മാളൂട്ടി അങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു നല്ല ഷോപ്പിംഗ് പാർട്ട്ണറെ കിട്ടിയുള്ളൂ. ഇനി മൂബിക്കാർക്ക് മടിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും പൊക്കോളൂ ഷോപ്പിങ്ങിന്, അല്ലേ മൂബി? അപ്പൊ പിന്നെ മൂബിക്കാർക്ക് ഞങ്ങളെ വിടാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. യെസ്, വാങ്ങണം എന്ന് പറഞ്ഞ് പോകും എന്തൊക്കെയോ, പക്ഷെ കൂടുതൽ സാധനങ്ങളാവും ലാസ്റ്റ്. അത് പിന്നെ വീട്ടിലേക്ക് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.